നോക്കിക്കൊണ്ടിരിക്കാൻ എന്തേലും പറ. നാടന നല്ല ഉറക്കവും വരുന്നുണ്ട്. ആർക്ക്? കുത്തോളെ എടുത്തിരിക്കുക. രക്ഷപ്പെടാനുള്ള വഴി എന്തിനോട്ടെ പറ. ഞാൻ ഒരു ഐഡിയ പറയാം. നിക്ക് അത് ചെവി പറ കേക്കട്ടെ. വേണ്ട വേണ്ട പറ. വേണ്ട. നല്ല വല്ല ഐഡിയ ആണെങ്കിലോ. പൊളവൻ കൃഷി. എന്ത് പൊളവൻ? കുറച്ച് ലാഭം കിട്ടുന്ന പരിപാടി കൊണ്ട് പറഞ്ഞു തന്നെ. പൊളവനെ വെച്ച് എന്ത് പൊളത്താനാണ് നിന്റെ പ്ലാൻ? ചോദിക്കല്ലേ. ഓ എന്റെ ഐഡിയ പുച്ഛം. നീയൊക്കെ നിന്റെ ഒരു നൻപനുമായിട്ട് തുടങ്ങിയ പെറ്റ് ഷോപ്പ് എന്തായി? പെറ്റ് ഷോപ്പിന് എന്താണ് ഒരു കുഴപ്പം? മനുഷ്യരെക്കാൾ സ്നേഹമുള്ള മിണ്ടാപ്രാണികളെ വിറ്റ് ജീവിക്കുന്നു. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അപ്പൊ എന്റെ പൊളവൻ എന്താണ്? ബ്രിട്ടീഷ് ആക്സന്റ് സംസാരിക്കുന്ന ജീവിയാ? നിന്റെ കുടുംബത്താരേലും പൊളവൻ കടിച്ച് മരിച്ച? പൊളവൻ നേക്കുമ്പോ ഇത്ര വികാരം എന്താ? ഞാൻ ആ ജിറാഫിന്റെ കാര്യം ഒന്ന് മറന്നു വരുവാ. മറന്നു തീർന്നതിന് മുമ്പ് വന്നറാ. ആ പന്നിയെടുത്ത് എന്റെ മുമ്പിൽ വരല്ലെന്ന് പറ. വന്ന അടിക്കും ഞാൻ അവനെ. നിങ്ങൾക്ക് എന്നെ തല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ തല്ലരുത്. അവനൊന്നും ചെയ്യരുതേ, ആരൊന്നും ചെയ്യരുതേ. അവൻ എന്നെ തല്ലാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്നും പറഞ്ഞ് അടിക്കാനല്ല പറഞ്ഞേ. ജിറാഫിന്റെ മുട്ട തരാന്ന് പറഞ്ഞ എന്റെ വാങ്ങി 5 ലക്ഷം രൂപ വിടാ. 5 ലക്ഷം രൂപ ഞാൻ ജാഫർ ബായുടെ കൊടുത്തതാ ജിറാഫിന്റെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ അറിഞ്ഞത് ജിറാഫ് മുട്ട ഇടൂലെന്ന്. പിന്നെ നീ എന്തിനാ കോഴിമുട്ട നിൽക്കുന്നത്? അതിന്റെ മണ്ടയിലത്തെ കോഴിക്കാട്ടം കണ്ടപ്പോഴേ ഞാൻ അവനോട് ചോദിച്ചേ. അപ്പൊ അവൻ പറയാം ആർക്കും സംശയം വരാതിരിക്കാൻ വേണ്ടി കോഴിക്കുട്ടി വെച്ചിരുന്നേന്ന്. ചോദിക്കാൻ മറന്ന്. ആ കോഴി എവിടെ? ഞാൻ കൊന്നു. ആ കോഴി അവൻ കൊന്ന്. ഞങ്ങൾ പറഞ്ഞു അത് കോഴിയാന്ന്. യവ അത് വലിച്ചാ ജറാഫാവെന്ന് പറഞ്ഞ എന്റെ കഴുത്ത് വലിച്ചതിനെ കൊന്ന്. എനിക്കിപ്പോ കോഴിക്കറി കൂട്ടാൻ പറ്റത്തില്ല, റോമയാണ്. അതുകൊണ്ട് പാൽഫോഷവായൊക്കെ കഴിക്കുന്നത്. അത് പോട്ടേ സാരമില്ല. ഒരു സുഹൃത്ബന്ധത്തിന്റെ അടിത്തറയിലാണോ നീ മുട്ട പുഴുങ്ങിയത്? നിങ്ങൾ എന്നെ പുഴിപ്പിക്കാതെ ഞാൻ പറയുന്ന കേക്ക്. എന്റെ ഒരു വമ്പൻ ഐഡിയ ഉണ്ട്. അടുത്ത അടിക്കുമ്പേ പറയടാ. നമ്മൾ കേരളത്തിലോട്ട് സെലിബ്രിറ്റീസിനെ ഇറക്കുന്നു. ആര്? ആദ്യമായിട്ട് നമ്മൾ ഇറക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോ. അത് പൊളിച്ച്. ഇതൊക്കെയാണ് ഐഡിയ. അല്ല പുള്ളി എങ്ങനെ കൊണ്ടുവരും? എന്താ പ്രൊസീജിയർ? എന്റെ കൂടെ ചെന്നൈയിൽ കോളേജിൽ പഠിച്ച എന്റെ കൂട്ടുകാരൻ ഗണേഷ്, അവ ഇപ്പൊ സൗദിയിൽ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യണേ. അവ അടിക്കടി റൊണാൾഡോയെ കാണും തന്നെ. അപ്പൊ നമ്മളൊരു നിവേദനം എഴുതി ഗണേഷിന് വാട്സപ്പിൽ ഇട്ടു കൊടുക്കും. അവ അത് റൊണാൾഡോയെ കാണിക്കും. അത് കണ്ട റൊണാൾഡോയ്ക്ക് എന്തായാലും ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല. അല്ല നമ്മൾ പുള്ളി എവിടെ കൊണ്ടുവരും? മേലേക്കാവിലെ പുത്തമ്പുര ഓഡിറ്റോറിയത്തിൽ. എടാ അവിടെ 500 സീറ്റ് ഉണ്ടോ? പുറത്ത് ടാറപ്പ് ഇട്ടിട്ട് 100 സീറ്റ് വേറെ ഇടും. ഒരു പാസിന് 2500 രൂപ. അത് ഇച്ചിരി കൂടുതലല്ലേ? എടാ ഡൊണാൾഡോക്കല്ല വരുന്ന, റൊണാൾഡോ ആണ്. റൊണാൾഡോ മിനിമം 15 ലക്ഷം രൂപയാണ് നമ്മൾ അക്കൗണ്ടിൽ കയറാൻ പോകുന്നത്. അല്ല പുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ട്രാവൽ എക്സ്പെൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. നീ ഞാൻ കൊടുത്തോളാം. പിന്നെ പുള്ളിക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് വരുന്ന എമൗണ്ടിൽ നിന്ന് കൊടുക്കാം. അത് പ്രത്യേക നിവേദനത്തിൽ മെൻഷൻ ചെയ്യണം അല്ലേ? അത് മാത്രം പോരാ, ബാക്കി പരിപാടികൾ പ്ലാൻ ചെയ്യണം. നമ്മൾ കടമക്കുടിയോട്ട് ആലുവരെ ഒരു ബൈക്ക് റാലി പ്ലാൻ ചെയ്തോണ്ടല്ലേ. അത് കിടക്കി. സാരി അദ്ദേഹത്തിന് നമുക്ക് എന്റെ ബൈക്ക് കിട്ടാം. പാഷനി പുള്ളി കയറിയത്. എന്റെ മാമക്ക് ഒരു ടെർഫ് ഉണ്ട്, അവിടെ കളിക്കാൻ വരുമോ പുള്ളി? വരുത്താം. ദിവ്യപിള്ളി മനു, യെസ്. അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാവോ? എന്തിനാ? അല്ല അങ്ങോട്ട് നിന്നോ, വിളിക്കാം. റൂൾസ് ഇല്ലേ ഇവിടെ? ഹൈറ്റ് വൈസ് എന്താ അസംബ്ലിയാ? ബാക്കി പോടാ. അപ്പൊ എല്ലാരും ആയില്ലേ? അപ്പൊ ഫസ്റ്റ് വിഷ്ണു. പരീക്ഷ റെസ്പെക്ട് വുമൺ. നോക്കണ്ട, ഗ്രീൻ ഫ്ലാഗ് കണ്ടില്ലേ? പച്ച ഷർട്ട്. ബമ്പിളിലെ ഫസ്റ്റ് ഡേറ്റ് ആണോ? അതെ, ബമ്പിളിന്ന് ഒരു ഹമ്പിൾ കുട്ടിയെ കിട്ടണമെന്നാണ് ആഗ്രഹം. അത് ഈ ഡിംബലായാലോ? ഓ, പിക്കപ്പ് ലൈൻ. നോട്ട് ഇംപ്രസ്ഡ്. ഇതുപോലെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോവായിരുന്നു. ചെറുപ്പക്കാരാ, ഈ വിറ്റാണോ നീ ആ യുവതി എടുത്ത് പോയി അടിക്കാൻ നിൽക്കുന്നേ? വേറെ ഉണ്ട്, പറഞ്ഞു തരൂല്ല. വിഷ്ണു എന്താ ലവ് മാരേജ് ചൂസ് ചെയ്തേ? അറേഞ്ച് മാരേജ് ചെയ്ത് കഴിഞ്ഞാ ജനിക്കുന്ന മക്കള് ചോദിക്കില്ലേ അച്ഛൻ കഴിവില്ലാത്തൊരു മൊണ്ണയാണോന്ന്? അത് പറയാനാണ് ചാൻസ് കൂടുതൽ. പൊക്ക ജിമ്മിലൊക്കെ പോകുന്നു. അല്ല, നിങ്ങൾ പൊക്കോ. നിങ്ങളെല്ലാരും പൊക്കോളാം. അതല്ല, വിഷ്ണു അങ്ങോട്ട് പൊക്കോ. റിസൾട്ട് ഞാൻ വാട്സ്ആപ്പ് ചെയ്യാൻ വൈകിട്ട്. റിസൾട്ടാ? ബ്ലഡ് ടെസ്റ്റ്. ബ്രോ റിവ്യൂ ടഫാണ് കുറച്ച്. വിർജിനാണോ? കണ്ണാടി അടിച്ചാൽ പൊട്ടിക്കും. പോടാ കഴിവേറി. ഓക്കെ സെബാസ്റ്റ്യൻ, ഇനിയാണ് എന്റെ ഷോ. മേയ് ആ അല്ല മേയ്. ആ ശരി. കുറച്ച് ഗ്യാപ്പ്. പണ്ട് വീട്ടുകാരെയും കൂട്ടി ചായയും കടിയും കഴിച്ച് മാത്രമായി കാണുന്ന ഒരു ചടങ്ങായിരുന്നു ഈ പെണ്ണ് കാണൽ. ഇപ്പൊ ക്യൂ നിൽക്കേണ്ട അവസ്ഥയായി. ഇതുവരെ 27 ഡേറ്റിന് പോയിട്ടുണ്ടെങ്കിലും ഇതേപോലൊരു ഡേറ്റ് ആദ്യമായിട്ടാണ്. ഇന്നത്തെ ഡേറ്റ് എന്താ സെബാസ്റ്റ്യൻ? ഒരു സെക്കൻഡ്, ഇപ്പൊ ഇംപ്രസ് ആക്കാം. എനിക്ക് ഇന്നത്തെ ഡേറ്റ് അറിയില്ല, നാളത്തെ ഡേറ്റും അറിയില്ല. പക്ഷേ ഒന്നറിയാം, നീയാണ് എന്റെ ഡേറ്റ്. ഇങ്ങനെ നിന്ന് നീ ഇങ്ങനെ അങ്ങ് പോയല്ലോ സെബാസ്റ്റ്യ. ഇനി അങ്ങനെ അങ്ങ് പൊക്കോ. അയ്യോ,
നമുക്ക് ഞാൻ ഇറക്കിടാം. ഇത്രയും വരും. ഒന്ന് പോയേ. വെയിറ്റ് ചെയ്യാനല്ലേ? വെയിറ്റ് ചെയ്യാം. അവർക്ക് പോട്ടെ. വെയിറ്റ് ചെയ്യാനോ? ചെയ്യാന്നേ. അവന് സെറ്റായ അവൻ എന്ത് പോവാത്ത? അതെ, രണ്ടുപേര് വെച്ച് വരാവോ? എനിക്ക് സമയമില്ല. ആക്ച്വലി ഐ എം എ വിർജിൻ. ഒന്ന് പോവോ താൻ? എനിക്ക് എന്തോ പോലെ തന്നെ കണ്ടിട്ട്. ഒന്ന് പോയേ. ചിലപ്പോ അത് സ്പെക്സ് വെച്ചെന്റെ വേണ്ട വേണ്ട, വെച്ചോ വെച്ചോ വെച്ചോ. ആ വൃത്തിയുടെ അങ്ങ് പറയട്ടെ. അത് മാറാൻ വേണ്ടിട്ടാണ് ഞാനിത് വെച്ചത്. ഞാൻ ഫാമിലിപരമായിട്ട് വെൽ സെറ്റിൽഡ് ആണ്. വീട്ടിൽ 2 പോത്തിനെ വളർത്തുന്നുണ്ട്. ഒന്നിവനും ഒന്നിവന്റെ അച്ഛനും. പണ്ണി. ആക്ച്വലി എനിക്ക് പെൺകുട്ടികളോട് വലിയ താല്പര്യമില്ലായിരുന്നു. എടാ അത് വേറെ വകുപ്പാ, വേറെ ആപ്പ് ഉണ്ട്. ഉടനെ ഞാനും അതിൽ വരും. തീർത്തോട്ടാ. അപ്പോഴാണ് തന്നെ കാണുന്നത്. തന്നെ കണ്ടപ്പോഴേ വയറ്റിലൊരു ഗുളുഗുളു. ലൂസ് മോഷനാന്ന് തോന്നുന്നു. താനൊന്ന് പോടോ. തന്റെ വയലിൽ വൃത്തിയായിട്ട് കോമഡി വരുത്തോളാം. സ്റ്റാൻഡേർഡ് കൂടി പോയാ മതി മതി, നിങ്ങൾ പൊക്കോ. ഞാൻ വൈകിട്ട് ഒരുമിച്ച് റിസൾട്ട് അയച്ചോളാം. റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണം. വെറുപ്പിച്ച് ഞാൻ ഇഷ്ടമെന്ന് പറയിപ്പിക്കും. താൻ വരുന്നില്ലേ? തൊഴുതുന്ന് എന്ത് കൊത്തി കഴിച്ചോന്ന്? രാവണപ്പഴം. രാവണപ്രഭു? രാവണപ്പഴം അതെന്ത് പഴം അത്? അതൊരു ഫ്രൂട്ടാ. അത് എന്ത് ഫ്രൂട്ട്? ചക്ക. ഓ, ജാക്ക് ഫ്രൂട്ട്. അതുകൊണ്ട് ഞാൻ പാട്ട് വെക്കാം. അല്ല, ഇത് ഏത് കാലഘട്ടത്തിൽ നിന്ന് എടുത്തോണ്ട് വരുന്നത് ഈ പാട്ട്? വർഷമൊന്നും നോക്കിയില്ല, ഇങ്ങ് തൂക്കി. ഡാ മോനെ പുച്ചിക്കല്ലേ, ഈ പാട്ട് കേട്ടൊരുത്തെ വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിയോണ്ടൊരു കാലം ഉണ്ടായിരുന്നു എനിക്കൊക്കെ. വിളിച്ചിറക്കിയത് നീയാണെങ്കിലും കയറ്റിയത് എന്റെ വീട്ടില. എന്തോ ആ കാലത്ത് ഞാൻ ഇതിലൊന്നും ഇല്ലായിരുന്നു. എടാ നെടുമങ്ങാടി ചെങ്ങായി വിഷ്ണു പോപ്സെ നാറി യവന്റെ പഴയ FB-യിലെ ബയോ എന്ന് പറഞ്ഞടാ. നെടുമങ്ങാടുകാരൻ ചങ്ക്. #, മൈ ലൈഫ് മൈ റൂൾസ്. ഇങ്ങോട്ട് ഫോളോ അടിച്ചാ തിരിച്ചു അടിക്കും. പിന്നെയും #, പവർ പവർ പവറ് 3 പവറ് മുപ്പവർ. നിങ്ങൾക്ക് ഇത്രയും ഓർമ്മയുണ്ടെങ്കിൽ ആ കാലത്ത് ഞാനും ഉണ്ട്. യവനെ ഓർമ്മയുണ്ട? അണ്ണാ അണ്ണാ വാസു അണ്ണാ എല്ലാ വീട്ടിലും പട്ടാസ്. ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ? ഇല്ല. ഓർമ്മിപ്പിച്ചുതരാം. സൂര്യണ്ണന് ഇഷ്ടാണോ? ഓ, ഉയരാണ്. ഉയരാണ്. അണ്ണൻ സൂപ്പറാണ്, പക്ഷെ ഞങ്ങൾ വിജയ് ഫാനാണ്. ഇപ്പോഴുണ്ട് ഉള്ളിലെ കണ്ണാപ്പി. അണ്ണൻ ഋഷികൻ. എന്തൊക്കെ പറഞ്ഞാലും ആ കാലഘട്ടം മനോഹരമായിരുന്നു. സത്യം. പ്രശ്നങ്ങളില്ല, സങ്കടങ്ങളില്ല, കാമുകിയില്ല. അതിപ്പോഴും ഇല്ല. ചോദിച്ചാടാ കുക്കിരിക്കണ്ണ? ചോദിച്ചാ ഞാൻ നിന്നോട്. ഞാൻ ഒരു ബൈക്ക് എടുത്താലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. സ്പ്ലെൻഡർ എടുക്ക്. അതാകുമ്പോ നല്ല മൈലേജും കിട്ടും. സ്പ്ലെൻഡറാ. ഞാൻ ബൈക്കിൽ പോകുമ്പോ പെമ്പിള്ളാര് വീഴണം. ചെന്ന് വെച്ച് ഇടിച്ചു കൊടു, എന്നാലേ വീഴത്തോളൂ. ഇനി അങ്ങനെയൊക്കെ വീഴു. അല്ലെങ്കിൽ 29 കഴിഞ്ഞ ആമ്പിള്ളേർക്കൊന്നും ഒരു ഡിമാൻഡ് ഉണ്ടോ? ആര് പറഞ്ഞു? ഇന്നലെ ഞാൻ ബസ്സിൽ കയറിയപ്പോ ഒരു കിളി പോലത്തെ പെണ്ണ് എന്റെ അടുത്ത് വന്ന് ഇരിക്കുകയും ചെയ്ത് ചിരിക്കുകയും ചെയ്തു. അയ്യോ, മാമന്മാരുടെ അടുത്ത് പെമ്പിള്ളേര് വന്ന് ഇരിക്കും, സേഫ് ആണല്ലോ. അപ്പൊ അത് കരുണയായിരുന്നോ? നമ്മുടെ യൗവനമൊക്കെ തീർന്നു. തീർന്നിട്ടൊന്നുമില്ല അളിയ. ഇന്നലെ ഒരു പെങ്കൊച്ചു വന്നിട്ടെ, ഞാനിത് സ്കൂളിലാ പഠിക്കുന്നേന്ന്. ഞാനങ്ങ് ചൂളിപ്പോയി. ഓ, ചൂളി പോണ ഒരു കോലം. നിന്റെ മോനേത് സ്കൂളിലാ പഠിക്കുന്നതെന്നായിരിക്കും ചോദിച്ചത്. ഗായ്സ്, ആർ യു സീരിയസ്? എന്നെ കണ്ട അത്രയും പ്രായം തോന്നിക്കോ? നിന്നെ മാത്രമല്ല, നമ്മളെ എല്ലാരെയും നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്. പണ്ട് 25 വയസ്സുള്ള ഒരു ചേട്ടനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ 25 വയസ്സുള്ള ചേട്ടൻ. ഇപ്പൊ എല്ലാവർക്കും 30 സിംഗിളിൽ നിന്ന് അങ്കിളിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു കഴിഞ്ഞില്ല, ബംബ്ലിന്നൊരു മെസ്സേജ്. എന്താ? അങ്കിളെന്നാ? ആർ യു സിംഗിൾ എന്ന്. അങ്കിളെന്നാ നമ്മള് കേട്ടാ. എന്നാ ഞാൻ നിന്റെ അമ്മയെ കെട്ടാടി പൊട്ടി. എവിടെ പോന്നു? സൺസ്ക്രീൻ ഇട. ഇനി അതിന്റെ ഉറവൂടെ ഉള്ളു. നമുക്കും തേച്ചാലോ? നീ ഒന്നും പണ്ണണ്ട, ഞാൻ പണിക്കോളാം. ഇനി മേലെ അവളുടെ ഫോണിൽ നിന്റെ നമ്പർ കണ്ടുപോരുത്. யாருங்க போன்ல? നിന്റെ അപ്പാവുടെ കമ്പനിയിലെ സ്റ്റാഫ് നെൽസൺ. அவர் நேத்து நைட் என்ன கால் பண்ண, உங்களை கிடைக்கலன்னு சொல்லி. അവന് കിടക്കപ്പുറതി ഇല്ല. അവനങ്ങ് ഞാൻ കിടക്കുന്നേ നോക്കി ഇരിക്കുക നിന്നെ കോൾ പണ്ണാൻ. உங்களுக்கு என்ன சந்தேகமா? അദ്ദേഹം ആണേലും അദ്ദേഹത്തിനെ ഞാൻ തൂക്കുന്നുണ്ട്. உங்களெல்லாம் திருத்த முடியாது. ഡീ, ആ ചായ കൊടുത്തിട്ട് പൊടി. പോയാ. കേരളത്തിൽ നിന്ന് പെണ്ണ് തെറ്റാവാത്തോണ്ടാ തമിഴ്നാട് പോയി കിട്ടിയത്. പെണ്ണുങ്ക പൊണ്ണുങ്ക അല്ലാതെ മുണുങ്ങാന്നും കിട്ടുന്നില്ലല്ലോ. അക്ക. എന്തേ? അക്ക ഇല്ല അണ്ണ? അക്കച്ചിയെ കാണാൻ വന്നേണ ഇക്കച്ചി. കാര്യം എന്ത്? ഉമ്മ പറഞ്ഞ് ഗ്യാസ് കുറ്റി എടുത്തോണ്ട് ചെല്ലേ. ഈ പരിസരത്ത് ഈ വീട്ടിൽ മാത്രമേ ഉള്ളോടാ ഗ്യാസ് കുറ്റി? അല്ല, കാലിക്കുറ്റി. കരണക്കുറ്റി ഒക്കെ അടിക്കും ഞാൻ കിടന്ന് ഉരുളുന്നു.
അജ്മല് അക്ക കാക്ക മോട എന്താ കാക്ക അണ്ടൻ കാക്ക കൊള്ളണ്ടെങ്കിൽ പോയി കൂട്ടിക്കറി. ഉനക്കെന്നെ വീണ്ടും സന്ദേഹമാ? എനിക്ക് അദ്ദേഹമാണേലും സദ്ദേഹമാണ്. ഷോ അവ സിന്ന പയ്യാ. സിന്നതിനൊക്കെയാണ് ഇപ്പൊ മൂപ്പ് കൂടുതല്. എനിക്ക് അവൻ തമ്മി മാതിരി. എനിക്കെന്തോ ഒരു മാതിരി ഉള്ളേ പൊടി. എന്റെ ആൾക്ക് ബുദ്ധി ശരിയില്ല. ആ അക്ക പോയി കാക്ക പോയാട്ടെ. അല്ല ഗ്യാസ് തീർന്നു. എന്റെ ഗ്യാസ് തീരുന്നതിന് മുമ്പേ വീട്ടിൽ പോടാ. യാരുടെ ഷർട്ട് ഇത്? ഉങ്കള അപ്പാടത്. അപ്പാ ഉടതാ ഇത്ര നല്ല ഷർട്ട്. ஐயோ உங்க ஷர்ட்டியா? നരിച്ചു പോയിട്ടേ. நான் உங்ககிட்ட பேச மாட்டேன். ഡേ പൂങ്കുടി, எதை பண்ணாலும் உங்களுக்கு சந்தேகம் தான். എനിക്ക് സംശയമൊന്നുമില്ലടി. ആണാ വേറെ ആരും നിന്നോട് പേസണത് എനിക്ക് പിടിക്കല്ലേ. ஏன்? ഞാൻ മട്ടും പേസണം. புடிச்சிருச்சு. என்ன உங்களோட போக்கித்தரம். പൂങ്കോടിയേ നമസ്കാരം. ആ കണ്ണണ്ണ. മണ്ണെണ്ണേ കണ്ണണ്ണൻ. വീട്ടിലെ പട്ടി പ്രസവിച്ചേ 4 കുട്ടികൾ. അപ്പടിയാ? നീയാണോടാ കാരണം? പോണ അവിടുന്ന്. നീ ഇന്നലെ ഒരു കാരണമായിട്ട് വന്നില്ലടാ. അത് കൊച്ചച്ഛൻ കാരണം, കുഞ്ഞമ്മ പ്രസവിച്ചു. ഇവനെ പെറ്റിട്ട സമയത്ത് ഇവന്റെ തന്ത എനിക്കൊരു ലഡ്ഡു പോലും തന്നിട്ടില്ല. ഇപ്പൊ പട്ടി പെറ്റപ്പരത്തേക്ക് അവൻ മുട്ടായും തൂക്കി പിടിച്ചോണ്ട് വന്നേക്കുന്നു. അല്ല, സന്തോഷം വരുമ്പോ മധുരം പങ്കിടണമെന്നാണല്ലോ. ആണോ ഓണം വരുവാണേ കാണാൻ വെക്കണോ ഞാൻ? വേണ്ട. ഇന്ന് 2 കിലോമീറ്ററെങ്കിലും ഓടണം. 1 കിലോമീറ്റർ ഓടിയിട്ട് 1 കിലോമീറ്റർ ഊബർ വിളിച്ചാലാ? ഈ മമ്മൂട്ടിയെ കണ്ട ചുള്ളനായിട്ടിരിക്കുന്നത് എക്സസൈസ് ചെയ്യുന്നോണ്ടാണ്. മമ്മൂട്ടിക്ക് സിനിമയിൽ അഭിനയിക്കണം. സിനിമ കാണാൻ പോകുന്ന നമ്മളെന്തിനു ചുള്ളനായിട്ടിരിക്കുന്നത്? കുര്യ, നീ ഹെൽത്തിൽ ഭയങ്കര ഉളപ്പാവുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മൾ 65 തീരും. ആ, നീ ഞാനും കൂടെ പണ്ട് ചെയ്ത് തൊട്ടിത്തരത്തിന് 50 തീരണ്ടേ? അതിന് നീ കർത്താവിനോട് നന്ദി പറ. ലെറ്റ്സ് ടോക്ക്, റൺ മോർ. ഇപ്പൊ മോരുമ്പതേക്ക് പോകും. എന്റെ ഉണ്ണിയാളെ. റെസ്റ്റ് വേണ? വേണ്ട വേണ്ട റെസ്റ്റ് വേണ? വേണ്ട. പക്ഷെ എനിക്ക് വേണം. പറയണ്ടേ? എനിക്ക് 2 ദിവസമായിട്ടൊരു നെഞ്ചുവേദന. നോക്കട്ടെ, ക്യാൻസർ ആടാ. ഗൂഗിൾ പറഞ്ഞാൽ തെറ്റൂല. എനിക്കുണ്ടാ 2 ദിവസമായിട്ടൊരു മുട്ടുവേദന. ശരിയാക്കി തരാം. ആ, എയ്ഡ്സാ. മുട്ടില്ല. ആ, ഗൂഗിൾ പറഞ്ഞാൽ തെറ്റൂല. എന്നാ നിനക്ക് ക്യാൻസർ ഇല്ല. എന്നാ നിനക്ക് എയ്ഡ്സ് ഇല്ലടാ. എല്ലാവരും മേക്ക് ബിലീഫ് അല്ലേ? ഇന്നലെ ഞാൻ അയച്ച മോണിക്ക് റീല് കണ്ടായിരുന്നു. മോണിക്കയും കണ്ട് മോളിക്കുട്ടിയും കണ്ട്. അതെങ്ങനെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി വേണ്ടാത്തൊന്നും അയക്കരുത്. പാസ്വേഡ് അവളേലുണ്ടാ. കെട്ടി കൊച്ചുമക്കളായിട്ടും ഭാര്യക്ക് ഭയങ്കര വിശ്വാസം തന്നെ. എന്തൊക്കെ പറഞ്ഞാലും അതിനകത്ത് പൂജാ ഹർജ്. അതിനകത്ത് സൗബിനും അറിഞ്ഞു കളിച്ചായിരുന്നു. എന്താണോ എന്തോ പഴയ പോലെ കണ്ണങ്ങോട്ട് പിടിക്കാനല്ലേ. ആ, പിടിക്കൂല. ചെന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കാണുന്നത്. ഇതെവിടെ പോയി കിടന്ന്? അച്ഛനമ്മ വിളിക്കുന്നു. അച്ഛന്റെ അമ്മയ്ക്ക് വിളിക്കുന്നതാണ്. അത് വിളിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പഠിക്കാനൊന്നുമില്ലടാ. ഇതേ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാരിരിക്കുമ്പോ വേണ്ടാത്ത ചോദ്യം ചോദിക്കരുത്. അവന്റെ ഇഷ്ടത്തിന് സിവിൽ എഞ്ചിനീയറിംഗ് തൊലിക്കാൻ വിട്ടതാ. ഇതുവരെ ഒരു കുരുവിക്കോട് പോലും പണിഞ്ഞ് ഞാൻ കണ്ടില്ല. അങ്കിൾ ലുക്ക് കണ്ട അവരറിയാ ഞാൻ ലുക്കാത്. ഓടുന്നിട്ട് കൂടെ കണ്ട ഇങ്ങോട്ട് നോക്കാനാ പറഞ്ഞത്. തൊലി. AR റഹ്മാന്റെ അച്ഛൻ പുള്ളി എഞ്ചിനീയർ ആക്കാൻ വിട്ടിട്ട് പുള്ളി ഒരു മ്യൂസിക് ഡയറക്ടർ ആയില്ലേ? ഓഹോ, അപ്പൊ ഞാൻ നിന്നെ എഞ്ചിനീയർ ആക്കാൻ വിട്ടിട്ട് നീ എന്താ ഏട്ടാ മുന്നേ? എന്റെ കഴിവ് വെച്ച്, ആ കഴിവ് വെച്ച്, എന്റെ ടാലന്റ് വെച്ചിട്ട്. അതിന്റെ ടാലന്റ് വെച്ച് നീ എന്ത് ചെയ്തെന്ന് ഞാൻ ചോദിക്കുന്നേ. ഇതിന്റെ ക്വസ്റ്റ്യൻ നീ പറ. അയ്യോ, അങ്ങോട്ട് പാസ് കൊടുക്കല്ലേ, അവിടെ ഒരു കഴിവും ഇല്ല. അതെ, ഞങ്ങളുടെയൊക്കെ കഴിവ് ഉറങ്ങി കിടക്കുക. അയ്യോ, നീ എന്റെ മോനാണ്ട് ഞാൻ പറയാം. അത് ഉറങ്ങി തന്നെ കിടന്നോട്ടെ. എനിക്ക് വയ്യ നാട്ടുകാരുടെ നടി വാങ്ങിക്കാൻ. ഞാൻ കരുതി അമ്മാവനെയൊക്കെ മറന്നു കാണുമെന്ന്. കല്യാണം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കണ്ടില്ല. കല്യാണം കഴിഞ്ഞത് മെനഞ്ഞാന്നല്ലായിരുന്നു? ഇന്നലെ കഴിഞ്ഞ പോലെ മോനെ. മിനിഞ്ഞാന്നാണ് കഴിഞ്ഞത്. അതെങ്ങനെ ഇന്നലെ ആവുന്ന അമ്മാവാ? അമ്മാവൻ എന്താ കല്യാണത്തിന് വന്നിട്ട് നേരത്തെ അങ്ങ് പോയേ? അമ്മാവൻ ആ കല്യാണം കണ്ടിട്ടുള്ള ത്രാണിയില്ലായിരുന്നു മോളെ. ഇരുന്ന് കാണായിരുന്നില്ലേ? ഡാഡി കൊറേ കസേര ബുക്ക് ചെയ്തായിരുന്നു. അതല്ല മോനെ, ഒന്നുമില്ലല്ലോ ഇവളെന്റെ മരുമോളായിട്ട് വരുമെന്ന് വിചാരിച്ചില്ലേ. എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കാൻ പോയേ? അതല്ലേ വിഷമമായ അമ്മാവാ? എവിടുന്ന് കിട്ടി? മാട്രിമോണി മാറ്റി വാങ്ങേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യും ഇവളുടെ ഫസ്റ്റ് ഓപ്ഷൻ? ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഇവിടെ നിപ്പുണ്ട്. മാധവാ, അതാണ്ട് ഈ താടിയിൽ പ്ലാസ്റ്റിക് കവർ ഇട്ട് വന്ന് നിൽക്കുന്നതാണ് എന്റെ മോൻ മാധവൻ. മീശ മാധവനെ കണ്ടിട്ടുണ്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം മീശയില്ലാത്ത മാധവനെ കണ്ടു. അത് കീ കൊടുക്കുന്നതാണെങ്കിൽ അങ്ങ് ഓഫ് ചെയ്യടി. ദാണ്ടടാ നിന്റെ പൊട്ടിപ്പോയ പട്ടം. ആ നൂല് ഞാനിങ്ങി പിടിച്ചു. നിന്റെ ഒന്നും പൊട്ടിപ്പോവാതെ നോക്കിയോ. നല്ല തെക്കൻ കാറ്റ് വീശിയാ പറന്നു വന്ന പട്ടോ. മാധവ, ഇതാ ഹസ്ബൻഡ്. എങ്ങനെയുണ്ട്? കുടുംബക്കാരെ കാണിക്കാനും വീട്ടിലിരുത്താനും അല്ലേ, ഇതൊക്കെ മതി. ആ, ജോലിയുള്ളവന് പെണ്ണ് കിട്ടും. അല്ല, മോനെന്തോ ചെയ്യുന്നേ? പപ്പയ്ക്ക് ബിസിനസ് ഉണ്ട്. ഇവിടുത്തെ പപ്പയ്ക്ക് ബിസിനസ് ഇല്ല, നൺ ഓഫ് ദ ബിസിനസ്. മോനെന്തോ പഠിച്ചത്? ബീഫാം. ബ്രോയോ? അവ എന്നെ പറ്റി ചൽഫാം തിന്നും. നീ എന്താ കല്യാണത്തിന് വരാഞ്ഞ്? അയാൾ ഉറങ്ങിപ്പോയി കാണും. ഇല്ല, അന്ന് ഉറങ്ങിയില്ല. ആ കല്യാണം എനിക്ക് നിന്ന് കാണാനുള്ള ത്രാണിയില്ലായിരുന്നു. തന്തയ്ക്ക് മോന് മൂലക്കുരു ഒരേ ഉത്തരം. ഇവർക്ക് ഇരുന്ന് കണ്ടൂടെ? ഡയറക്ക, ഇനി നീ വാർന്ന നിന്റെ തൂമ്പപ്പലടിച്ചാൽ വായിക്കേറ്റും. ഉണ്ടാറാ. Is he serious? Yes. Why so serious?
മോനത് കാര്യാക്കണ്ട, അവനൊന്നും ആവാൻ പറ്റാത്തതിന്റെ കുശുമ്പ. ഈ പശു വെക്കോ? തനിക്കൊന്നും മിണ്ടാതിരുന്നു. ക്ലാസ്സിൽ കയറണ്ടേ? കേറിയന്റെ ഒക്കെ റിസൾട്ട് വന്നല്ലേ, തൊലിച്ചു വെച്ചേക്കുന്നു. അപ്പൊ കയറണ്ട. സുജിത്ത് നമ്മളോട് ഒരുമിച്ച് നടന്നട്ടെ, മാർക്ക് വന്നപ്പോ അവൻ ടോപ്പർ. അവൻ ബാക്ക് ബെഞ്ചിൽ നിന്ന് ഫ്രണ്ട് ബെഞ്ചിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫ്രണ്ട് ബെഞ്ചെടുത്ത് ഞാൻ ബാക്കി ഇടും. നമ്മളറിയാതെ അവൻ സ്പെഷ്യൽ ക്ലാസ്സിന് പോകുന്നുണ്ടോ എന്നൊരു സംശയം. എനിക്ക് തോന്നുന്നു അവന്റെ അച്ഛ ആരെയോ രാത്രി വീട്ടിൽ വിളിച്ച് കേൾക്കുന്നുണ്ട്. അതാരെ? സാറിന് സ്പെഷ്യൽ ക്ലാസ്സിന്. ഓ, പഠിക്കുന്നവരൊക്കെ ആദ്യം പോടെ, നല്ല ഫ്രണ്ട് ബെഞ്ച് ഇരിക്കാൻ പറ്റൂ. നിന്നെ തന്നെ കൂടെ കിടന്ന് കുതിരക്കാല് വെട്ടാൻ പറ്റും നിനക്ക്, കൂട്ടിക്കൊടുക്കാൻ പറ്റും നിനക്ക്, പക്ഷെ ചതിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയല്ല. നീ കൊല്ലത്ത് പറഞ്ഞു കോട്ടയം പോകുന്നതിന് കാര്യം പറയടാ. ഇത് പ്രമോദ് സാർ കാത്തിരിക്കുന്ന പൈതകോറസ് തീറ്റയും വെച്ച് നിനക്ക് മുണുങ്ങാൻ. ഓ, സാറിന് നമ്മളോടൊക്കെ ഇരിക്കൂ. അവൻ പ്രമോദ് സാറിന്റെ മടിയിലല്ലേ ഇരിക്കും. നിനക്ക് എത്ര മാർക്കടാ? 52. നിനക്കാ? അര. വൈകിട്ട് എടുത്ത കുപ്പിയുടെ കാര്യമല്ല ചോദിച്ചത്. 2.5. എനിക്കെത്ര? 4. ഓ 4 40 ഇന്ന് നീ 4 വാങ്ങിച്ചാൽ നാളെ 40 വാങ്ങിക്കത്തല്ലേ. 4 കണ്ട് 40 വാങ്ങിച്ചാൽ ഞാൻ നിന്നോട് നടക്കൂടാ മധുരക്കിഴങ്ങ്. ഇന്ന് മുതൽ സുയിത്ത് വേറെ മൊയ്ത്ത വേറെ. എന്റെ പേരെന്തുവാടാ? മോഹൻജിത്ത്. മോഹൻജിത്ത്. എടാ നിന്നെയൊക്കെ കാട്ടി 2 മാർക്കില്ലടാ കൂടി പോയത്. ആ 2 മാർക്ക് ഇവിടുന്ന് വന്നപ്പോ നീ ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. അത് ചോദിക്കാൻ താനാരോ സാറേ? എന്തിനാണ് അവന്റെ കഴുത്തി കയറി പിടിച്ചത്? സാറേ 2 അതിവിടെ അല്ല, അവിടെ പോയിട്ട് വാ. സാറേ കൂടെ അത് നീ കൂടെ പോന്ന അവനൊറ്റയ്ക്ക് അറിയത്തില്ലേ? അതല്ല സാറേ, കൂടെ നടന്നിട്ട് ഒരുമാതിരി ഉമ്മാക്കിയ പരിപാടി കാണിച്ചത്. സാറടാ ഞാൻ. ഇല്ല സാറേ, തെണ്ടിത്തരോ സാറേ കാണിച്ചത്. എന്ത് സാറ് അവന് കൂട്ടിക്കൊടുത്തില്ലേ? തെമ്മാർത്തരം പറയുന്നോടാ? അതല്ല സാറ്, മാർക്ക് കൂട്ടിക്കൊടുത്തില്ലേ? ഓഹോ, എത്ര മാർക്ക്? സാറേ ഞാൻ പറയാം സാറേ, കോപ്പി പോലും അടിക്കാതെ എനിക്ക് 2. ഈ നിൽക്കുന്ന മണ്ടന് എങ്ങനെയോ 2.5, ഈ തെണ്ടിക്ക് 4 സാറേ. കൂടെ നടന്നിട്ട് ഒരുമാതിരി ഇമ്മാക്കിയ പരിപാടിയില്ല സാറേ കാണിച്ചത്. പിടിച്ചോ സാറേ, വിളിച്ചോറിനെ കുറപ്പിക്കൊന്നും വേണ്ട. മോന്റെ പേര് പറഞ്ഞൊരു ഫ്ലെക്സ് വിളിച്ച് പറയട്ടെ, കേരളത്തിൽ ഉമ്മാക്കി വിജയം കരസ്ഥമാക്കിയെന്നും പറഞ്ഞു. താഴെ ഞങ്ങളുടെ ചവിട്ടി പണ്ട ഞാൻ പൊട്ടിക്കും. എടാ +2 തീരാറായി, നിനക്കൊക്കെ എന്തെങ്കിലും ലക്ഷ്യബോധം ഉണ്ടോ? ആ സാറേ, നീറ്റ് എഴുതി കിട്ടിയ MBBS പോകണം. നിന്റെ 4 അരിയായിട്ട് അങ്ങോട്ട് ചെല്ലി. അതെ, ഒരു സംശയം. ചോദിക്കടാ, സംശയങ്ങൾ എന്നും നല്ലതാണ്. എന്റെ കാമുകിക്ക് ഒരു കാമുകനുണ്ടോ എന്നൊരു സംശയം. അപ്പൊ നീ ആര്? അല്ല, സൈഡായിട്ട് ഒരു കാമുകനുണ്ടോ എന്ന് സംശയം. അയ്യോ, അതെങ്ങനെ? ഞാൻ എപ്പം വിളിച്ചാലും ബിസി. അപ്പൊ നീയാണ് സൈഡ്? ഞാൻ മെയിൻ. മെയിനൊക്കെ എങ്ങനെടാ സൈഡായി പോകുന്നത്? എന്തുവാളിയാ ബ്രെഡ് പച്ചക്ക് തിന്നുന്ന? അടക്കളയിൽ ഇനി പേസ്റ്റ് മാത്രമേ ഉള്ളൂ തേച്ച് തിന്നാൻ. ഇവന്റെ മോന്ത എന്താ മോദകം പോലെ ഇരിക്കുന്നത്? ഓ, പറയുന്ന നീ അങ്ങ് വലിയ പഴംപൊരി. കൗണ്ടറൊക്കെ അടിച്ചു തുടങ്ങിയടാ. വളരട്ട് സീനെന്ത്? ഇവന്റെ കാമുകന് വേറൊരു കാമുകി ഉണ്ടെന്ന്. അല്ല, ഇവന്റെ കാമുകിക്ക് വേറൊരു കാമുകനുണ്ടെന്ന്. അപ്പൊ ഇവനാര്? അതാ ഞാനും ചോദിച്ചോണ്ടിരിക്കുന്നത്. ചുമ്മാ വേണ്ട എന്നും പറയാതെ വേറെ കെട്ടിപ്പോണ്ട കൊച്ചാ അത്. വേറെ വെറുതെ ഒരു കൊച്ചിനെ പറ്റി അപവാദം പറയാതെ എന്ന് എനിക്കറിയാവുന്ന സ്നേഹമുള്ള ഒരു കൊച്ചാ. നിനക്ക് എത്ര സ്നേഹം തന്നെ? നിന്റെ പെങ്ങളൊന്നും അല്ലല്ലോ. എന്റെ പെങ്ങളാണ് ഇപ്പൊ കെട്ടിച്ചു കൊടുക്കാൻ. ഒരു ബ്രെഡിങ് ഒന്ന്. എനിക്കത്ര സ്നേഹമില്ല, ചെല്ല്. നീ വിഷമിക്കണ്ട, നമുക്ക് അവനെ വിളിക്കും. ആരെ? അവളുടെ പേരെന്തോ? സ്നേഹ. ലിമിറ്റഡ് ആണോ? എന്തുവാ അവള് തരുന്ന സ്നേഹം ലിമിറ്റഡ് ആണോ എന്ന്? അല്ല, ഞങ്ങള് കമ്മിറ്റഡാ. ഉള്ള അൺലിമിറ്റഡ്. ഈ അവിഹിതം എന്ന് പറയുന്നത് ജാമ് തേക്കാത്ത ബ്രെഡ് പോലെ വെറുതെ ഇരിക്കുന്നത് കണ്ടാൽ ആരെങ്കിലും എടുത്തോണ്ടോ? അപ്പൊ ജാമ് തേച്ചാലോ? ജാമിൽ പോണ്ടോ? അല്ല, ഞാൻ ഉപമിച്ച. അല്ല, കണ്ണടച്ചൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തൂടെ? എന്തിന്? ഡിക്റ്റേറ്റീവ് ഉജ്ജലിനകത്ത് അങ്ങനെ. ഓ, നമ്മുടെ ദേൻചേട്ടന്റെ പടം. വീക്കെൻഡിന്റെ പ്രൊഡക്ഷനാ. അത് റിലീസായല്ലേ? ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെട്ടു. അതിനകത്തല്ലേ മറ്റേ വീഡിയോ ചെയ്യുന്ന പയ്യന്മാര്. ഓ, എനിക്ക് അവന്മാര് വലിയ മതിപ്പൊന്നുമില്ല. കണ്ടവരെല്ലാം പറഞ്ഞവര് വൃത്തിക്ക് ചെയ്തിട്ടുണ്ടോ? എടാ, കണ്ടവന്മാരങ്ങനെ പലതും പറയും, ഞാൻ കണ്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പറയാം. ഐ ഡോണ്ട് ലൈക്ക് ദം. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലേ? കോമഡി ഇൻവെസ്റ്റിഗേഷൻ. നാളെ ഒന്ന് പോയി കാണണം. ആരുടെ ഇവനവിടെ കയറ്റിയത്? ഇൻവെസ്റ്റിഗേഷൻ. പണ്ട് എന്റെ ഒരു സ്വർണ്ണ മോതിരം കളഞ്ഞു പോയിട്ട് ഇവന്റെ കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചു കൊടുത്തില്ലേ? നിന്റെ പോക്കറ്റിൽ നിന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. സെൽഫ് ഇൻവെസ്റ്റിഗേഷൻ. എടാ മോദകമേ, നിന്നോട് ഞാൻ പറഞ്ഞതില്ലേ അവളൊരു സ്നേഹമുള്ള കൊച്ചാന്ന്. പാവ അവളെങ്ങനെ സംശയിക്കാതെടാ. സംശയ രോഗികള്. ഇവനെന്താണ് സ്നേഹയുടെ കാര്യം പറയുമ്പോ ഇത്ര സ്നേഹം? സ്നേഹയുടെ കാര്യം പറയുമ്പോ സ്നേഹം അങ്ങ് തുളുമ്പും. എടാ മോദകമേ, നിന്നോട് ഞാൻ പറഞ്ഞതില്ലേ സ്നേഹമുള്ള ഒരു കൊച്ചിനെ പറ്റി അപവാദം പറയാൻ എനിക്കറിയാവുന്ന സ്നേഹമുള്ള. ഐഫോൺ എടുത്ത് വിറ്റോ? ആർഡ് വിക്ടിം അല്ല, ഐ ഫൗണ്ട് ദ സസ്പെക്ട്. ഹി ഈസ് ദ സസ്പെക്ട്. എന്ന് വെച്ചോ? നിന്റെ സ്നേഹയുടെ സ്നേഹം മുഴുവൻ ഹോട്ട്സ്പോട്ട് വഴി ഊറ്റുന്നത് ആ മഞ്ഞപ്പിത്തം പിടിച്ചവനാ. അപ്പൊ ഞാനോ? നീ വൈഫൈ കണക്റ്റഡ് വിത്ത് നോ ഇന്റർനെറ്റ്. നിനക്കെന്റെ സ്നേഹയുടെ സ്നേഹം വേണോ? അല്ലടാ. അവനാണ് പ്രതി. ആവാണ്ടിരിക്കാം, അവൻ ഇച്ചിരി ചൊറിയുള്ളത്.
ആ ചൊറി അങ്ങ് മാറട്ടെ. 150 രൂപ ഗൂഗിൾ പേ ഇട്ടേക്കണേ. നിന്റെ ഇളവ് നാട്ടിൽ ഓടിയിടന്നാട്ടാ കാശ് കടം വാങ്ങിച്ചേക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാരിപ്പോ എന്നെ ഒട്ടിക്കുക. അത്താപ്പാടി ജമാലിന്റെ 2 കൊടുത്തു. ജമാലിന്റെ എന്തോ 2 കൊടുത്തെന്ന്? എടാ 2 ലക്ഷം രൂപ മേടിച്ചെന്നവൻ. ആ മേളത്തെ സുമതിയും കൊടുത്ത്. സുമതിയാ? അവള് നമുക്കൊന്നും തന്നിട്ടില്ല. കടം ചോദിക്കണം, വേണ്ടാത്ത ചോദിക്കാതെ. അച്ഛാ ഒരു 200 രൂപ എണ്ണ അടിക്കാൻ എടുത്തോട്ടെ. ആരെടുത്ത് ചോദിച്ചിട്ടെടുത്ത്? എന്റെ അടുത്ത് ചോദിച്ചിട്ടല്ല വണ്ടി നിന്നത്, അതുകൊണ്ട് കൂടുതൽ ചോദ്യം ഉത്തരവൊന്നും വേണ്ട. എടാ എന്റെ വാങ്ങിച്ച 1.5. ഈ ഉച്ചയ്ക്ക് 1:30 അമ്മ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്? നീ അതുകൊണ്ട് എന്ത് ചെയ്ത്? പാലക്കാട് ഒരു ഐസ്ക്രീം കട ഇട്ട് കംപ്ലീറ്റ് അരിഞ്ഞു പോയി. പാലക്കാട് അമ്മാതിരി ചൂടല്ലേടാ. ആ മൂത്തവൻ ഉണ്ടായിരുന്നു ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. നീ കാരണം നാട് വിട്ടു പോയത്. അത് ഞാൻ കാരണമല്ല, ഇവൻ പറഞ്ഞാ ഞാൻ അവനെ അടിച്ചത്. ഞാൻ പറഞ്ഞ അച്ഛനെ അടിക്കൂ. എന്നാ ഇന്ന് വൈകിട്ട് ഫുൾ എടുത്ത് അടിക്കാൻ പറ്റുമോ? ഓക്കെ, ഇവന്റെ ആവശ്യം. ആ അങ്ങനെയാണ്. May I come in? നിൽക്കവിടെ. എന്താ അച്ഛാ, കാപ്പി കുടിച്ചായിരുന്നു? ഇവന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടി. അച്ഛാ ചെക്ക്. ചെക്കല്ല, ക്യാഷാ. എന്തുവാടാ ഇത്? അച്ഛന്റെ പോക്കറ്റിൽ മച്ചിന്റെ മുകളിൽ. നന്നായി ജീവിക്കാൻ നീ എന്റെ പോക്കറ്റിൽ നിന്ന് കക്കണ്ട. എടാ ഒരു ചായ കുടിക്കാൻ പേടിയാ. ആകാശ് വീട്ടിൽ കൊടുക്കാലോ എന്ന് വിചാരിക്കും. ഇവ ആകാശം കക്കും. അച്ഛനുള്ളതല്ലേ എനിക്കുള്ളതല്ലേ? നല്ലൊരെണ്ണം കൊടുക്കച്ചാ. മോനെ മൊണ്ണേന്ന് വിളി, അതാണല്ലോ ശീലം. എൻ ജീവനായൊരേട്ടനല്ലേ. എന്നെ നീ ജോൺ, ഞാൻ ഇവിടുന്ന് പോയതല്ലേ. നീ ഇത്രയും കാലം എവിടായിരുന്നു മോനെ നീ? ഒരുപാട് അളിഞ്ഞു നടന്നു. ജീവിക്കാനായി പല വേഷം കെട്ട് ഞാൻ ചെയ്തു. ജിമ്മിന് പോകുന്നുണ്ടല്ലോടാ. തുടങ്ങി സെറ്റ് ആയല്ലേ. എന്ത് ഹായ് ഗെയ്സ്. കയ്യോ അവനെ വരെ തോന്നി തുടങ്ങി. എന്ത് ഹായ് ഗെയ്സ്. ഗായ്സ്? സോറി, ഇറ്റ്സ് ബ്രിട്ടീഷ് ആസ്കന്റ്. അപ്പം ഗാന്ധിജിക്ക് എതിരായിരുന്നു. നോ, ദെൻ വൈ ബ്രിട്ടീഷ്? ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തേടാ. ഇനി പാട്. അല്ല കേട്ട പോലെ ഒന്ന് പാട്. ആ ആ ഓ അത് വേറെ നാടൻ പാട്ടാ. ഇത് പാടിയതാരെന്നറിയോടാ? ഹനുമാൻ ഷാ. അത് രണ്ട് ആൾക്കാരടാ. ഹനുമാൻ കിണ്ട്. കിണ്ടി ഇരി അവിടെ ഇരി. ഇപ്പൊ കുറച്ചുകാലായിട്ട് ഒരു സായിപ്പൊളി ഉണ്ട് കേട്ടോ. കണ്ടു വെറുതെ വെറുതെ. ആര് വെറുതെ? വാട്ടെ വെറുതെ. വെതർ വെറുതെ കിടന്നങ്ങ് വെതറുവോ? Excuse me. Is there any good Mandir restaurant nearby? വാസ്കോഡഗാമ ഓടിട്ട് കൊടുത്ത് വീട്ടിൽ താമസിക്കുക. അവിടെ ചോദിച്ചു നോക്ക്. ആസ്ക്. Oh really? നോ ലൈങ്. Is there any good Mandir restaurant nearby? മന്തി. Do you know Hindi? അയ്യോ ഹിന്ദിയിൽ അവന് ആഷിഖ് ഖാനായി മാത്രമേ അറിയത്തുള്ളൂ. യു ടേക്ക് ഫോൺ, ഗൂഗിൾ മാപ്പ്, Okay. ഗോ റെസ്റ്റോറന്റ്, ഈറ്റ് മന്തി വിത്ത് പെപ്സി, then ഗൂഗിൾ പേ, ഗോ കൗണ്ടർ, ജീരകം ആൻഡ് ടൂത്ത് പിക്ക്. ഹുറേ. What? ഗോ സാർ ഗോ. അയാള് പോയാ? ഡോറയുടെ മാപ്പ് പോലും ഇത്ര നന്നായിട്ട് ആർക്കും വഴി പറഞ്ഞു കൊടുക്കൂല. അല്ല എന്തിനാ ഈ പരാക്രമം? യു കെയിൽ ഒരു ഗേൾ ഫ്രണ്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്കും പഠിക്കാനായിട്ട് യു കെ പോണം. അതിന് ഇംഗ്ലീഷ് ചവച്ച് തുപ്പിട്ട് കാര്യമില്ല. നല്ല കൺസൾട്ടൻസി പോ. അതെവിടെ? അതിനല്ലേ സാൽവേ മരിയ. അതെന്തോ? എടാ അവർ എബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാ. അവര് 1 to 1 ആയിട്ട് നിനക്ക് ജെന്യൂൻ ആയിട്ട് പോകുന്നതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. വേറുള്ളവരെ കണക്ക് സ്റ്റഡി എക്സ്പോസും ഫെയറും വെച്ച് നിന്നെ പറ്റിക്കൂല. അപ്പൊ ജനുവിനല്ലേ? എടാ സാൽവേ മരിയക്ക് ഒരു ഹിഡൻ കണ്ടീഷൻസും ഇല്ല. അവരുടെ ഓഫേഴ്സും സർവീസും എല്ലാം ട്രാൻസ്പെറന്റാ. അതുമല്ല അവർക്ക് കേരളത്തിൽ തന്നെ 19 ബ്രാഞ്ചസ് ഉണ്ട്. അതല്ല, അവൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നിന്റെ ഇംഗ്ലീഷ് വെച്ച് എങ്ങനെ പിടിച്ചിരിക്കുന്നു? അളിയ അവള് പറയുന്നത് എനിക്ക് മനസ്സിലാവൂല. പിന്നെ ആ മെസ്സേജ് ഞാൻ അപ്പോഴേ ഗൂഗിളിൽ കയറി തർജ്ജമ ചെയ്യും. ബെസ്റ്റ്. അത് കണ്ടിട്ട് അവള് പറയുവോ എന്റെ ഇംഗ്ലീഷ് മാറുവലാരെ പോലെ അന്ന്. മാർവലസ് എന്ന് പറഞ്ഞാണ് അവളാ. ബേബ് ക്യാൻ യു പ്ലീസ് സെൻഡ് മീ 1000 pound. പോണ്ട് എന്ന് വെച്ചാ കുളം. കൊളോ? ഇനി അവക്ക് അവിടെ ചെന്ന് 1000 കുളം കുത്തണമായിരിക്കും നീ. എന്തിനു ഗപ്പിയെ വളർത്താനാ? സ്വിമ്മിംഗ് പൂളാ ബെറ്റർ എന്ന് പറയടാ. അല്ലേ? അതെ അതാകുമ്പോ തവള കാണൂല. ആണല്ലേ? ബേബ് സ്വിമ്മിംഗ് പൂൾ ഇസ് ബെറ്റർ. നോ പോണ്ട്. പോണ്ട് ഫുൾ ഓഫ് റോക്ക്. പാവം ദൈവം തലച്ചോറ് കൊടുക്കാൻ മറന്നയാന്ന് തോന്നുന്നു. മൈ തറവാട് 1 pound. ഓക്കെ.